ുള്ള ഏറ്റവും വലിയ ഒരു സന്ദേശമാണ് നിബിധങ്ങൾ അന്ന് നൽകിയിട്ടുള്ളത്. വരിബൽ ജാഹിലിയത്തി മൗദൂ, ജാഹിലിയ കാലത്ത് അനുവർത്തിച്ചു വന്നിട്ടുള്ള പലിശ ഇടപാടുകൾ ഇന്നു മുതൽ സമ്പൂർണമായി ഇല്ലാതാക്കിയിരിക്കുന്നു. ഇനി പലിശ പാടില്ല. വഅവ്വലു റിബൻ അളഉ മിൻ റിബ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, എൻ്റെ എളാപ്പയായ അബ്ബാസിന്റെ പലിശക്കച്ചവടമുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മുഴുവൻ പലിശയും ഞാനിപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നു. ആരും ഇനി പലിശ കൊടുക്കേണ്ടതില്ല. ഇനി അങ്ങോട്ട് എല്ലാവരും ഇതുപോലെ തന്നെ പലിശയ്ക്ക് വേണ്ടി കടം കൊടുത്തവർ പലിശ വാങ്ങാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചത് ഇന്ന് ലോകം അനുഭവിക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക പ്രതിസന്ധികളുടെ കാരണം നമുക്കറിയാം. പലിശാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയാണ്. ഇസ്ലാമിക സാമ്പത്തിക വ്യവസ്ഥിതി എന്ന് പറയുന്നത് ലാഭനഷ്ടക്കൂറാണ്. ലാഭത്തിലും നഷ്ടത്തിലും കൂറാകുന്നതാണ്. ലാഭത്തിൽ ഞാൻ കൂറുണ്ട്, നഷ്ടത്തിൽ ഞാൻ കൂറാകില്ല എന്ന് പറയുന്നതും ഇസ്ലാമികമായ കച്ചവടത്തിന്റെ രീതിയല്ല. ഒരിക്കലും തന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ സമ്പത്ത് എന്തെങ്കിലും തട്ടിപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് കൈക്കലാക്കരുത്, പരസ്പരം സ്വത്തുക്കൾ കൊള്ളയടിക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. സാമ്പത്തിക ചൂഷണത്തിന്റെ ഏറ്റവും വലിയ ഉപാധിയായ പലിശയെ പൂർണ്ണമായും വിഭാടനം ചെയ്യുക എന്ന മഹത്തായ ഒരു കാര്യമാണ് അറഫാ ദിനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് മുന്നിൽ അതിശക്തമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഒന്ന്.